ഞാൻ സ്ഥിരമായിട്ട് മൂവി ഡയലോഗ്സ് വെച്ചിട്ട് റീൽസ് ചെയ്യുമ്പം എൻ്റെ ഫ്രണ്ട്സിൽ ചിലർ എന്നോട് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തന്നെ അവൾ ഇറങ്ങിക്കോളും വെറുപ്പിക്കാനായിട്ട്. എടി കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിക്കാം. എന്നെപ്പോലെയാണോ നിങ്ങളെന്നറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിംഗ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് നൂഡിൽസിൻ്റെ നെഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നൂഡിൽസിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് മിൽക്ക് മാഗിയാണ്. ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കാട്ടിത്തരാം. ഈ ഒരു കപ്പിൽ ഞാൻ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും അളന്നെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ 2 ബ്ലോക്ക് മാഗിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആ 2 ബ്ലോക്ക് മാഗിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സാധനം വെച്ചിട്ട് തിരിച്ച് മറിച്ചിടാൻ ഞാൻ കുറച്ച് പാടിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഐറ്റം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് പാലിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. ഓൾറെഡി നമ്മുടെ പാല് തിളച്ചതായതുകൊണ്ട് ഇനി അധികം സമയം എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിളച്ചു. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാമെന്നേ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 ബാഗി മസാല പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ 2 ബ്ലോക്കാണല്ലോ എടുത്തത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാനിത് വാരി വലിച്ചിടുന്ന കണ്ടിട്ട് നിങ്ങളിതുപോലെ ഇടാൻ നിൽക്കേണ്ട. ഇതിനൊക്കെ ഒരളവുണ്ടേ. പക്ഷെ എനിക്ക് അളവറിയാത്തത് കൊണ്ടും എൻ്റെ ടേസ്റ്റിനും എൻ്റെ എരിവിനും അനുസരിച്ചാണ് ഞാനിതെല്ലാം ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ഒരളവ് ഇടാവുള്ളൂ. ഇതിന് കുറച്ച് എരി ഉണ്ടായിരുന്നു. ആഹാ, അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും മാഗി അല്ല കേട്ടോ, മിൽക്ക് മാഗി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കണം. ഓക്കെ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മിൽക്ക് മാഗി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീട്ടിലമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അച്ഛന് പിന്നെ പൊതുവേ നൂഡിൽസ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത് ട്രൈ ചെയ്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ. പിന്നെ ട്രൈ ചെയ്യുമ്പം ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ട് വാരിക്കൂട്ടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നേ. 1-2 ബ്ലോക്ക് എടുത്തിട്ടുണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.